വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേതൊരു ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഗാലറിയിലൊക്കെ ഒരുപാട് ഇമേജസ് ഉണ്ടാവും. ആ ഇമേജസ് ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു PDF എങ്ങനെ തയ്യാറാക്കുന്നത് എന്നാണ് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിലൂടെ ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലും സ്കൂൾ സ്റ്റുഡൻസിനാണെങ്കിലും അവരുടെ പഠനാവശ്യങ്ങൾക്കുള്ള എന്താ പറയുക, ലൈബ്രറിയിൽ നിന്നൊക്കെയുള്ള റെഫർ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരൊറ്റ PDF ആക്കിയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതും കൂടെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഒരേ ഒരു ആപ്ലിക്കേഷൻ മാത്രം മതി. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ക്യാൻവ എന്ന ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ഫോണിലില്ല എങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്യാൻവ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും കോമൺലി എഡിറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ക്യാൻവ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ എന്നായിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻവ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമ്മളിത് പുതിയതായിട്ടാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ നമുക്കതിൽ ചെറിയൊരു രജിസ്ട്രേഷൻ ഉണ്ടാവും. നമ്മുടെ ഇമെയിൽ ID നമ്മുടെ പേരൊക്കെ കൊടുത്തിട്ട് അത് നമുക്ക് ചെറിയൊരു ഫോർമാറ്റാണ്, പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇതിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കുറേ റൗണ്ട് ആയിട്ട് കാണാൻ കഴിയും. കുറേ ഐക്കൺസ്, റെസ്യൂമേ, പ്രിൻറ്റബിൾസ്, സോഷ്യൽ മീഡിയ, വീഡിയോ, പ്രസൻറ്റേഷൻ, ഡോക്ക്, വൈറ്റ് ബോർഡ്, വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഐക്കൺസ് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ നമ്മൾ ഡോക്ക് എന്നുള്ളത് ഒന്ന് ടച്ച് ചെയ്യാം. ഓക്കെ, ഡോക്ക് എന്ന് ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇതിലേക്കാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജസ് ആഡ് ചെയ്ത് PDF ആക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇമേജസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഏറ്റവും താഴെ ഭാഗത്ത് ഒരു പ്ലസ് ഐക്കൺ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴെയായിട്ട് ഈ ഒരു പേജിൻ്റെ താഴെയായിട്ട് ടെംപ്ലേറ്റ്സ്, എലമെൻറ്റ്സ്, ഗാലറി, ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഗതികൾ വന്നിട്ടുണ്ട്. അതിന് ഗാലറി എന്നുള്ളത് എടുക്കുക. കാരണം ഗാലറിയിലാണല്ലോ നമ്മുടെ ഫോട്ടോസ് ഉള്ളത്, അതുകൊണ്ട് ഗാലറി എന്നുള്ളത് എടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസ് അവിടെ വരും. നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് അവിടെ വരും. ഇതിൽ നിന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട ഫോട്ടോസ് ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മാക്സിമം 20 ഫോട്ടോസാണ് ആഡ് ചെയ്യാൻ കഴിയുക. അപ്പോൾ 20 ഫോട്ടോസ് വെച്ചുള്ള PDF ആയിട്ടായിരിക്കും ഇത് വരിക. ഓക്കെ, ഇപ്പോൾ ഞാൻ 20 ഫോട്ടോസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് ആഡ് ടു പേജ് എന്ന് കൊടുക്കുക. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അതെല്ലാം ആ ഒരു പേജിൽ ലോഡായി വരുന്നതിന് കുറച്ച് സമയം ഒന്ന് എടുക്കും. ഓക്കെ, എല്ലാം ലോഡായിട്ട് വരുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് എളുപ്പമായിട്ട് എന്താ പറയുക, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കണ്ടന്റ് അനുസരിച്ച് നമ്മൾ PDF ആക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് അത് നോക്കാൻ കഴിയും. അത് മാത്രമല്ല ഇതിൽ ക്ലിയർ ഒരിക്കലും കുറയൂല. നമുക്ക് PDF എടുത്തിട്ട് ഈ ഇമേജിനെ സൂം ചെയ്താലും ആ കൃത്യമായിട്ടുള്ള ക്ലിയറിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അത് വായിച്ചെടുത്ത് മനസ്സിലാക്കാനും കഴിയും. ഓക്കെ, ഇപ്പോൾ ഏകദേശം എല്ലാം ലോഡായിട്ടുണ്ട്. 20 ഫോട്ടോസും ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഈ പേജ് സേവ് ചെയ്യണം. സേവ് ചെയ്ത് PDF ആക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ മുകളിലായിട്ട് ഏറ്റവും റൈറ്റ് ഭാഗത്ത് ഒരു ആരോ മാർക്ക് മുകളിലേക്ക് വരുന്ന രീതിയിലുള്ള ഐക്കൺ കണ്ടില്ലേ, ആ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ താഴെ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. അതിൽ ഡൗൺലോഡ് എന്നുള്ള ഭാഗത്തൊന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു പോപ്പപ്പ് വന്നിരിക്കുകയാണ്. ഇതിൽ PDF സ്റ്റാൻഡേർഡ് എന്നുള്ളത് കാണാൻ കഴിയും അല്ലേ. PDF സ്റ്റാൻഡേർഡ് പേജ് സൈസ് A4. അവിടെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമ്മുടെ ഫോട്ടോ ഏത് സൈസിലാണോ അത് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാകും. നമുക്ക് വേണമെങ്കിൽ ഇത് A3 ആക്കാം, ലെറ്റർ, ലീഗൽ ഇങ്ങനെയുള്ള ഫോർമാറ്റിലൊക്കെ ആക്കി മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് PDF സ്റ്റാൻഡേർഡ് എന്നുള്ളത് പ്രത്യേകിച്ച് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇവിടെ താഴെ ഈ ഒരു പർപ്പിളിൽ കാണുന്ന ഡൗൺലോഡ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആവും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ഇനിയും ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ആർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ PDF റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള ഏത് PDF റീഡർ യൂസ് ചെയ്തിട്ടും നമുക്ക് വായിക്കാവുന്നതാണ്. ഞാൻ പൊതുവേ PDF റീഡർ ആയിട്ട് യൂസ് ചെയ്യുന്നത് WPS ഓഫീസാണ്. അപ്പോൾ ഞാൻ WPS ഓഫീസ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ഞാൻ ഇതിൽ മുകളിൽ കാണുന്ന ഐക്കണിൽ ഈ PDF എന്നൊരു ഐക്കൺ കാണുന്നുണ്ട്. ആ PDF എന്ന ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വർക്ക് തന്നെയാണ് ഏറ്റവും മുകളിലായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ചെയ്ത PDF ആണ് ഏറ്റവും മുകളിൽ കാണുന്നത്. അൺടൈറ്റിൽഡ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടാണ് നെയിം വന്നിട്ടുള്ളത്. ഈ നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇത് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി WPS ഓഫീസിൽ ഒരു മാർഗ്ഗമുണ്ട്. ഈ ഒരു അൺടൈറ്റിൽഡ് ഡിസൈൻ എന്നുള്ള ആ ഒരു ഫയലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. പോപ്പപ്പിൻ്റെ ഏറ്റവും കുറച്ച് താഴേക്ക് പോയാൽ ഇവിടെ റീനെയിം എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. ആ റീനെയിം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കിത് ആവശ്യമായിട്ടുള്ള
ഓക്കെ, ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് അടിച്ച് കളഞ്ഞിട്ട് ആവശ്യമായുള്ള ഒരു പേര് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഹിസ്റ്ററി എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഹിസ്റ്ററി എന്ന് കൊടുത്തു. ഓക്കെ, ഇതിൽ സ്പേസ് വിടാൻ കഴിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഹിസ്റ്ററി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഞാൻ ചെയ്ത് വെച്ച ആ ഒരു PDF ഹിസ്റ്ററി എന്ന പേരാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു PDF എങ്ങനെയുണ്ടെന്ന് അറിയാനും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ PDF മൊത്തം വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിൽ ചിലതൊക്കെ ചെറിയ പേജസ് ആണല്ലോ എന്ന്. അത് നമ്മൾ A4 ആയതുകൊണ്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് പേജസ് വരിക. ഇനിയിപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്കിത് സൂം ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് വായിക്കാൻ കഴിയും. കണ്ടോ, ഒരു ക്ലിയറിന് പോലും ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ നമുക്കിത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരു പേജിൽ തന്നെ 2 എണ്ണം വരുന്ന രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് നോട്ട്സൊക്കെ ഇത് യൂസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് സൂം ചെയ്തിട്ട് നമുക്കൊക്കെ ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ വീഡിയോ. ശരി, മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.